ഒരു ചിന്തയിൽ നിന്ന് അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്താണ് പലപ്പോഴും നമ്മൾ യാത്രകൾ പോകുന്നത്. പക്ഷേ നമ്മൾ പോയ സ്ഥലത്തേക്ക് തന്നെ നേരത്തെ ഈ ബുദ്ധിമുട്ടുകളെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു യാത്രകൾ മാത്രം അല്ലെങ്കിൽ യാത്രയും പ്രണയമായിരിക്കും. നമ്മൾ ഒരുപാട് ട്രോമ അനുഭവിച്ചു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും പിന്നെയും അതിലേക്ക് പോകാൻ അല്ലെങ്കിൽ വീണ്ടും അതിലേക്ക് എത്തിപ്പെടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ യാത്രയും പ്രണയവും ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഈ യാത്രകളിൽ ഒരിക്കലും നമ്മൾ വളരെ സുഖകരമായിട്ടുള്ള യാത്രകൾ മാത്രമല്ലല്ലോ, പലപ്പോഴും സോളോ ട്രിപ്പുകളും അങ്ങനെ തന്നെയാണ്. ഈ പല ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കും, കഷ്ടപ്പാടുകളുണ്ടാവും, പല കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, പല അപകടങ്ങളുണ്ടാവും. ഇതൊക്കെ തരണം ചെയ്തിട്ടാണെങ്കിലും വീണ്ടും നമ്മൾ ആ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ആ സ്ഥലത്തേക്ക് വീണ്ടും പോകാൻ തോന്നിപ്പിക്കുന്നത് നമുക്ക് അവിടെ അതിൽ നിന്ന് ആ യാത്രയിൽ നിന്ന് നമ്മൾ എന്തൊക്കെയോ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് എക്സ്ട്രീം ഒരു ഹാപ്പിനെസ് ആണ്. ഉള്ളിൽ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന എന്തൊക്കെയോ ഒരു എന്താ പറയുക മാറ്റങ്ങളാണ്. ഇതൊക്കെ തന്നെയാണ് ഈ യാത്ര ആശ്വാസമാകുമ്പോഴും ഒരു കാര്യം കൂടെ ഉള്ളത്, ഫ്രസ്ട്രേഷൻ തോന്നുമ്പോൾ എപ്പോഴെങ്കിലും വണ്ടിയെടുത്ത് പോയി അങ്ങനെ നീളത്തിൽ പോയിട്ടുണ്ട്? ഞാൻ ഇപ്പം ഋതംഭരയെ പറ്റി എഴുതിയിട്ടുണ്ട്. ഋതംഭര എനിക്ക് അങ്ങനെ ഒരു സ്ഥലമാണ്. ഇതുപോലെ നമ്മളിങ്ങനെ ഭയങ്കര ഇങ്ങനെ പ്രഷർ കുക്കറിൽ ഇങ്ങനെ അടച്ചു പൊട്ടാറാവുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് പോയി